ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ശ്രീസ് നാവിൽ തൊട്ടു മനസ്സിൽ തൊട്ടു. നമ്മളുടെ ഉപ്പുമുളകിലായിട്ടുള്ള നന്ദന വിവാഹിതയായി. ഒഫീഷ്യലായിട്ടുള്ള കുട്ടിയുടെ വിവാഹമായിരുന്നു. അതിനു മുമ്പ് വീട്ടുകാരെ ധിക്കരിച്ച് വിവാഹം നിശ്ചയിച്ച് വെച്ചിരുന്ന പയ്യൻ്റെ കൂടെ തന്നെ ആ കുട്ടി പോകുന്നു. അതിലേക്ക് അവരുടെ വീട്ടിൽ ഒരുപാട് സംഭവ വികാസങ്ങൾ വഴി തെളിയിച്ചു. സ്വാഭാവികമായിട്ട് അതിലേറ്റവും പ്രധാന കാരണമായിട്ട് പറയണത് അമ്മയും അച്ഛനും വിവാഹം നടത്തണ്ടേ, അതിനൊന്നും പൈസ ആയിട്ടില്ല, അങ്ങനെ ആയിട്ടില്ല, ഇങ്ങനെ ആയിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്. വാസ്തവത്തിൽ അങ്ങനെയല്ല. വിവാഹം നിശ്ചയിച്ച് വെച്ച കപ്പിൾ അവർ ചെറുപ്പം കൂടിയാവുമ്പോൾ അവരുടെ പരിധികൾ ലംഘിക്കാനുള്ള ഒരു ഉത്സാഹം അവരുടെ മനസ്സിൽ നിന്നുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് അവർ അങ്ങനെയൊക്കെ എടുത്ത ആ ഒരു സ്റ്റെപ്പിനെതിരെ വീട്ടുകാർ പ്രതികരിച്ചു, അച്ഛൻ പ്രതികരിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ആ കുട്ടി ഇറങ്ങിപ്പോകുന്നു. പ്രത്യേകിച്ചും അതുവരെ ആ കുട്ടി അച്ഛൻ്റെയും അമ്മയുടെയും പെറ്റാണ്. അവരുടെ ഓരോ ശ്വാസത്തിലും നിശ്വാസത്തിലും ഇടപഴകി കിടന്നിരുന്ന ഒരു മകള് 18 വയസ്സ് കഴിഞ്ഞപ്പോൾ എന്നാൽ നിൻ്റെ വിവാഹം എന്നുള്ളൊരു സങ്കല്പം അവളുടെ മനസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് വെക്കുന്നതിലൂടെ എനിക്ക് ഇനി ഒരാൾ വരും. ആ കുട്ടിയുടെ സങ്കല്പത്തിനൊത്ത നല്ല സുന്ദരനായൊരു ചെറുപ്പക്കാരൻ വരുന്നു. അവൻ്റെ സ്വാധീനത്തിലും വഴങ്ങി ഇനി വീട്ടുകാരെ ധിക്കരിച്ചാലും വീട്ടുകാരെ ചീത്ത പറഞ്ഞാലൊന്നും കുഴപ്പമില്ല എന്നുള്ള നിലയിലേക്ക് അവരുടെ പെരുമാറ്റം പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ ബന്ധങ്ങൾ വഷളാവുന്നതും ഇങ്ങനെയൊന്നും സംഭവിക്കുന്നത്. ഒരു യൂട്യൂബ് ഫാമിലി എന്നുള്ള നിലയ്ക്ക് അവർ നമ്മുടെ ലൈഫ് പോലെയല്ല. തീർച്ചയായിട്ടും ഉപ്പും മുളകും ലൈറ്റിൻ്റെ എന്തൊക്കെ പറഞ്ഞാലും അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്, നമ്മളൊക്കെ കടബാധ്യത അല്ലെങ്കിൽ ലോണുകൾ, രാവിലെ എണീറ്റ് ജോലിക്ക് പോവുക, കുട്ടികൾ സ്കൂളിൽ പോവുക, അങ്ങനെയൊക്കെയുള്ള ഒരു സാധാരണ ലൈഫ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ വൈകി എണീക്കുന്ന ആളുകളാണ്. കുട്ടികളെ ഇപ്പോൾ ചെറിയ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ നേരെ എണീക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഒരു ചിട്ടയില്ലാത്ത ജീവിത പശ്ചാത്തലം അവർക്ക് ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. പിന്നെ അവർ യൂട്യൂബ് സെലിബ്രിറ്റികളായതുകൊണ്ട് തന്നെ ഓരോ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഓരോ യാത്രകൾ പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു. അതൊക്കെ അവരുടെ തൊഴിലിൻ്റെ ഭാഗമാണെന്നിരിക്കെ ചില കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളും രണ്ട് പെൺകുട്ടികളെ വേറൊരാളുടെ കൈകളിൽ ഏൽപ്പിക്കുന്നതിന് മുമ്പേ അവർക്ക് സ്വയം ജീവിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ തൊഴിലധിഷ്ഠിത കോഴ്സുകളോ ഈവൻ ടൈലറിങ്ങോ ഒക്കെ പരിശീലിപ്പിക്കാനുള്ള ഒരു 1-2 കൊല്ലം കൂടി അവർക്ക് വെയിറ്റ് ചെയ്യിക്കായിരുന്നു. ഒരു 20 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ആ കുട്ടിക്ക് വിവാഹം ആലോചിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നുമുള്ള പ്രശ്നങ്ങളുണ്ടാവില്ല. അവൾ കുറച്ചും കൂടി വല്ല സ്ഥാപനത്തിൽ പഠിക്കാൻ പോയിട്ടും സാമൂഹ്യമായിട്ടുള്ളൊരു ചുറ്റുപാടുകളിലൂടെ അവൾക്ക് കിട്ടുന്ന ഒരു പക്വത. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 18 വയസ്സ് വരെ അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം കാറിൽ സഞ്ചരിച്ചും ആ ഒരു ചെറിയ ലോകത്തിൽ വന്നു. 18 വയസ്സ് കഴിഞ്ഞപ്പോൾ ഒരു കാമുകൻ്റെ സ്ഥാനത്ത് വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി തന്നെ നിശ്ചയിച്ച ചെറുക്കൻ വരുന്നു. സ്വാഭാവികമായിട്ട് അവളുടെ മനസ്സ് ആ ചെറുക്കനിലേക്ക് ചുരുങ്ങിപ്പോകുന്നു. പ്രത്യേകിച്ച് പിന്നെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ഒരു സോഷ്യൽ ഇൻറ്ററാക്ഷൻ അവിടെ വളരെ കുറവാണ്, സാമൂഹ്യമായിട്ടുള്ള പെരുമാറ്റം. ഇനി ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്നാൽ ഭർത്താവിൻ്റെ ബന്ധുക്കളും ഭർത്താവിൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു ഹോം മേക്കറായിട്ട് മാറുക. അതിൻ്റെ ഇടയിൽ ആ കുട്ടിയുടെ ജീവിതത്തിന് ഒരു സ്പേസ് 18 വയസ്സ് കഴിഞ്ഞ ഉടനെ ഒരു ഉത്തരവാദിത്വത്തിലേക്ക്, അതിൻ്റെ ഇടയിൽ 1-2 വർഷം ഒന്ന് എൻജോയ് ചെയ്യാൻ, പുറത്തെന്തെങ്കിലും പഠിക്കാൻ പോവാൻ, സമപ്രായക്കാരായ കുട്ടികളോടൊത്തുള്ള ഒരു എൻജോയ്മെൻറ്റ്, ഇതൊന്നും ആ കുട്ടിക്ക് സാധ്യമാവുന്നില്ല. മൂത്ത കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾ അങ്ങനെയൊക്കെ ആണെങ്കിലും അവളുടേതായിട്ടുള്ളൊരു എൻജോയ്മെൻറ്റിന് സ്പേസ് കണ്ടെത്തി എന്നുള്ളതാണ്. ജീവിതം എന്നുള്ളത് വിവാഹം എന്നുള്ള ഒരൊറ്റ കാര്യത്തിലേക്ക് ചുരുക്കി കൊണ്ടുപോവുക. അതിലൂടെ ആണ് ഒരു സ്ത്രീയുടെ ഒരു ഏറ്റവും മനസ്സംതൃപ്തി എന്നുള്ള ഒരു വേഗമായിട്ടുള്ള ഒരു അവ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാക്കുക എന്നുള്ളതിലൊക്കെ പാരൻസിൻ്റെ ഭാഗത്ത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്ന പാരൻസിൻ്റെ ഭാഗത്ത് കടുത്ത തെറ്റുകളുണ്ട്. അതിനു മുമ്പ് തന്നെ ഈ സമൂഹം അതിലേക്ക് അത് എങ്ങനെ ജീവിക്കണം എന്ന് കുട്ടികളെ പ്രാപ്തരാക്കുക, പ്രത്യേകിച്ച് പെൺകുട്ടികളെ ഒരു ജീവിതത്തിലേക്ക്, ഇനിയൊരു കുടുംബ ജീവിതത്തിലേക്ക് പോകുമ്പോഴാണ് അതിൻ്റെ ഫോൾട്ടുകൾ അവളുടെ ജീവിതത്തിൽ ഇങ്ങനെ ബാധിച്ചുകൊണ്ടിരിക്കുക. എന്തൊക്കെയായാലും വിദ്യാഭ്യാസം എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഒരു തൊഴിൽ, ഇതൊന്നുമില്ലാതെ ആ കുട്ടിയെ അങ്ങനെ ഒരു വ്യവസ്ഥിതിയിലേക്ക് തള്ളിവിട്ട് ഇപ്പം അവളുടെ ലോകം എന്ന് പറയുന്നത് അവളുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ, പ്രത്യേകിച്ച് ഈ മധുവിധ നാളുകളിൽ അച്ഛനും അമ്മയും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു ഇത് വരും. പിന്നെ ഇതൊക്കെ മാറും, ഈ പുതുമയൊക്കെ മങ്ങും, ജീവിതത്തിൻ്റെ യഥാർത്ഥ നിറങ്ങളിങ്ങനെ പുറത്തു വരാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഇപ്പം സ്നേഹത്തോടു കൂടി നിൽക്കണ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും കൈപ്പിടിച്ച് സ്നേഹിക്കുന്ന അച്ഛനും അമ്മയൊക്കെ ആവില്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു കുഞ്ഞൊക്കെ ആയിക്കഴിഞ്ഞു, ഭർത്താവിന് മാത്രമേ പണിയുള്ളൂ, ഇവളിങ്ങനെ വീട്ടിൽ അടുക്കളപ്പണി, കുട്ടികളെ നോക്കല്, വീടടിച്ച് വാരി തുടക്കല്, അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ ജീവിതം അല്ലെങ്കിൽ ഒരു പുതിയ അവൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു, അവളിൽ എന്തൊക്കെ കഴിവുണ്ടെന്ന് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ
അവളൊരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നു. അതോടുകൂടി അവളുടെ ആ നാച്ചുറലായിട്ടുള്ള എന്ത് ചെയ്യാനുള്ള കഴിവുകളും അവിടെ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് അവിടെ പ്രോത്സാഹനം അവളെ തുടർന്ന് പഠിപ്പിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കൈത്തൊഴിൽ, എന്തെങ്കിലും കമ്പ്യൂട്ടർ അങ്ങനെയൊക്കെ പഠിപ്പിക്കാനായിട്ട് താല്പര്യമുള്ള അവൾ ഒരു നല്ല വ്യക്തിയാവണം, ഒരമ്മയാവുന്നതിന് മുമ്പേ സ്വയം ജീവിക്കാൻ പ്രാപ്തയാവണം എന്നൊക്കെ ചിന്തിക്കാത്ത ഒരു ഭർതൃഗ്രഹത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ എത്രയൊക്കെ നല്ല മുഹൂർത്തമായാലും ആ കുട്ടിയുടെ ജീവിതത്തിൻ്റെ ഒരു അളവുകോല് നമ്മൾക്ക് ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സങ്കടം തന്നെ. തീർച്ചയായിട്ടും മകളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കുമ്പോൾ ഞങ്ങൾ അവിടെ വേണം എന്നുള്ളത് മനസ്സാ ആഗ്രഹിക്കാത്ത അച്ഛനും അമ്മയും ഉണ്ടോ അല്ലേ? അവരെ ക്ഷണിക്കുക എന്നുള്ളത് അത് എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് ആ ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിൽ വേണമെന്ന് വാശി പിടിക്കാനുള്ളൊരു സാഹചര്യം ഒരു പക്ഷേ ആ കുട്ടിക്ക് അവിടെ ഉണ്ടാവില്ല. ഭർത്താവിനെ മുഷിപ്പിക്കാനോ ഭർത്താവിൻ്റെ വീട്ടുകാരെ പിണക്കിയിട്ട് അച്ഛനും അമ്മയും വരണമെന്ന് ശടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവളുടെ ജീവിതത്തിൽ ഇനിയും പല പ്രശ്നങ്ങളുണ്ടാവും. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഹണിമൂൺ ഡേയ്സിൽ അത് നശിപ്പിക്കാനായിട്ട് താല്പര്യമില്ലാത്തതുകൊണ്ടാവണം വേണ്ട അവർ വേണ്ട എന്നുള്ളത് ഈ കുട്ടിയും സമ്മതിക്കുന്നത്. പക്ഷെ അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സ് ഈ കുട്ടിയെ എപ്പോഴും മിസ് ചെയ്യും. അവർ ഇത്ര നാൾ കഴിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ നിറസാന്നിധ്യമായിരുന്ന ആ മകള് പെട്ടെന്ന് വേറൊരു വീട്ടിലേക്ക് പോകുന്നു, അവളുടെ വിവാഹം നടന്നു അല്ലെങ്കിൽ നടക്കുന്നു എന്ന് കേൾക്കുമ്പോഴൊക്കെ പ്രത്യേകിച്ച് ഈ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിക്കുന്നവരാണ്. ഇവിടെ ഇന്ന നല്ലത് പറയും, അച്ഛനും അമ്മയോടും ചെന്നിട്ട് വേറെ ഭാഷയിൽ പറയും, വീണ്ടും നന്ദനയുടെ അടുത്ത് നിന്ന് വേറെ പറയും. ഇങ്ങനെ മീഡിയേറ്റേഴ്സായിട്ട് കുറേ പേരുണ്ട്. പിന്നെ ഇവരെ കുത്തി നോവിക്കാനായിട്ട് ഈ അച്ഛനും അമ്മയും ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. നാളെ അവളുടെ കല്യാണം എന്ന് പറയട്ടല്ലോ ഗംഭീരമായിട്ടാണല്ലോ, ഇനി കല്യാണം കഴിഞ്ഞ ഗുരുവായൂർ വെച്ച് ഗംഭീരമായിട്ടായിരുന്നു കല്യാണം, നിങ്ങളെ ക്ഷണിച്ചില്ല അല്ലേ എന്നൊക്കെ ഇങ്ങനെ കുത്തി പറയാനും ആളുകളുണ്ടാവും. ലോക സ്വഭാവമാണ്. എന്തൊക്കെയായാലും പ്രത്യേകിച്ച് യൂട്യൂബിലെ ഫാമിലി വ്ളോഗേഴ്സ് എന്നുള്ള നിലയ്ക്ക് അവർക്ക് ഇതിൽ നിന്നൊന്നും ഒഴിയാൻ പറ്റില്ല. ഇതൊക്കെ ഇപ്പോൾ മറച്ചു വെച്ചിട്ടും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ചും സബ്സ്ക്രൈബേഴ്സിനെ ബോധിപ്പിക്കാതെ. അവരുടെ ജീവിതം എന്ന് പറയുന്നത് സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു അവർ കാണുന്നതിലൂടെ കിട്ടുന്ന പൈസയാണ്. തീർച്ചയായിട്ടും അവരെ മുടക്കി അൺസബ്സ്ക്രൈബ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പിണക്കത്തിന് അവർക്കും പറ്റില്ല. നമ്മളിപ്പോൾ ട്രെയിനിലൊക്കെ തല വെച്ച് കൊടുക്കണ പോലെയാണ്. നമ്മുടെ ജീവിതത്തിനെ സറണ്ടർ ചെയ്തിട്ടാണ് നമ്മൾക്ക് വരുമാനം ഉണ്ടാവുന്നത്. ഒരു യൂട്യൂബ് എന്നുള്ള പബ്ലിക് മീഡിയയിൽ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്യുന്നതല്ല, കുറച്ച് നിമിഷമാണ് അവർ പങ്കുവയ്ക്കുന്നത് എങ്കിൽ കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ടുള്ള അവരുടെ ജീവിതത്തിലെ സംഭവ വികാസങ്ങളൊക്കെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബേഴ്സ് അറിയും, ഇവർ പറഞ്ഞില്ലെങ്കിൽ അറിയും. അപ്പോൾ ഇവരുടെ വരുമാനവും പ്രത്യേകിച്ച് ഇവരുടെ ജീവിതത്തിൽ എങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ അതിനെ പറ്റിയിട്ട് വിഷമിച്ച് ഇവർ വീഡിയോ ഇടും, ചേച്ചി അപ്പുറത്തെ വീഡിയോ ഇടും, ഈ ഒരു സെൻറ്റിമെൻ്റൽ വീഡിയോ ഇനി എന്തുകൊണ്ട് അച്ഛനും അമ്മയും വിളിച്ചില്ല എന്നുള്ളതിൻ്റെ കാരണമായിട്ട് ആ കുട്ടി ഇപ്പുറത്തുനിന്ന് വീഡിയോ ഇടും. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും കേൾക്കാൻ ഇഷ്ടമാണ്. അവിടെ പറയുന്നത് ഇവിടെ പറയുന്നതൊക്കെ കേട്ട് അതിൻ്റെ ഇടയിൽ കമൻ്റൊക്കെ കൊടുക്കാൻ നമ്മൾ മലയാളികൾക്ക് എപ്പോഴും ഒരു കുതൂഹലമാണ്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇവരുടെ ജീവിതവും ഇവരുടെ വരുമാനവും. എല്ലാവർക്കും നന്മ വരട്ടെ.